പവിത്രതകൾ ഏറെ നിറഞ്ഞ മുഹറം മാസത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ ദിവസങ്ങളിൽ നമ്മൾ ചെയ്യേണ്ട ചില ദിക്റുകൾ, സ്വലാത്തുകൾ, തസ്ബീഹുകൾ, ചില ദുആകൾ നമുക്ക് ഈ വീഡിയോയിലൂടെ വിശദമായി പരിചയപ്പെടാം. ഒരു പ്രാവശ്യം ചൊല്ലിയാൽ 1,00,000 പ്രാവശ്യം ചൊല്ലിയ പ്രതിഫലം കിട്ടുന്ന അത്ഭുതപ്പെടുത്തുന്ന ഒരു സ്വലാത്ത് ഈ വീഡിയോയിലൂടെ നമുക്ക് കേൾക്കാം. മഹാനായ ഖിദർ നബി അലൈഹിസ്സലാത്തു വസ്സലാം സ്ഥിരമായി ചൊല്ലിയിരുന്ന ഒരു സ്വലാത്താണ്, അത്ഭുതപ്പെടുത്തുന്ന സ്വലാത്ത്, സ്വലാത്തുൽ കമാലിയ. എന്താണ് ആ സ്വലാത്തിൻ്റെ പ്രത്യേകത? പഠന പുരോഗതി നമുക്കുണ്ടാകും. നമ്മൾ പഠിക്കുന്ന നമ്മുടെ മക്കൾ, മരുമക്കൾ, പേരക്കുട്ടികളൊക്കെ പഠിക്കുന്നവരാണെങ്കിൽ അവരുടെ പഠനത്തിൽ പുരോഗതി ഉണ്ടാകും, കച്ചവടത്തിൽ ബറക്കത്തുണ്ടാകും. ആരാണ് ഈ സ്വലാത്തിനെ പറ്റി നമുക്ക് പറഞ്ഞു തന്നത്? വിശദമായി ഈ സ്വലാത്തിൻ്റെ ശ്രേഷ്ഠതകൾ നമുക്ക് മനസ്സിലാക്കാം. ഈ വീഡിയോയിലൂടെ അവസാനം വരെ കാണുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹ ബഹുമാനം നിറഞ്ഞ മുത്തുമുഅ്മിനീങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമായ ഈ വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും എല്ലാ പ്രശ്നങ്ങളും, പ്രയാസങ്ങളും, ദുഃഖങ്ങളും, രോഗങ്ങളും, സങ്കടങ്ങളും, സന്താപങ്ങളും മാറ്റി സുഖവും സന്തോഷവും ബറക്കത്തും ഐശ്വര്യവും സമാധാനവും സലാമത്തും ഇസ്സത്തും എല്ലാം നമ്മുടെ ജീവിതത്തിൽ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഒരു അതിഥി നമ്മുടെ വീട്ടിലേക്ക് വന്നു. നമ്മൾ ആദ്യം അവനെ പരിഗണിച്ചു, അവനക്ക് നല്ല ഭക്ഷണം എല്ലാം കൊടുത്തു. എന്നിട്ട് പിന്നെ അവനെ നമ്മൾ പരിഗണിക്കുന്നേയില്ല എങ്കിൽ അവൻ്റെ മാനസികാവസ്ഥ എന്തായിരിക്കും? അതായത് ഒരു അതിഥി നമ്മുടെ വീട്ടിലേക്ക് വന്നപ്പോൾ നമ്മൾ സ്വീകരിച്ചു, നല്ല ഭക്ഷണം കൊടുത്തു, നല്ല വെള്ളം കൊടുത്തു. അവസാനം ആ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ അവനെ മൈൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ അവൻ്റെ ഒരു സിറ്റുവേഷൻ എന്താണ്? കാരണം ഇയാൾ എൻ്റെ മൈൻഡ് ചെയ്യുന്നില്ല, ഞാൻ ഇനി പോണോ, ഞാൻ ഇനി നിൽക്കണോ, ആ ഒരു പ്രയാസമായിരിക്കും. ആരെങ്കിലും ആ അതിഥിയോട് ചോദിക്കുകയാണ്, നീ ആ വീട്ടിൽ പോയിട്ട് എന്തായി? അയാൾ എന്നെ നല്ലപോലെ സ്വീകരിച്ചു, പക്ഷേ അയാൾ എന്നെ നല്ല രൂപത്തിൽ യാത്രയാക്കിയില്ല എന്നുള്ള ആ നെഗറ്റീവായിരിക്കും ഒരു പക്ഷേ ആദ്യം പറയുക. അതുകൊണ്ട് എന്ത് ചെയ്യുക? ഈ മുഹറം മാസം നമ്മളോട് വിട പറയാൻ ഒരുങ്ങുന്ന ഈ സമയത്ത് നല്ല രൂപത്തിൽ ഇതിന് നമുക്ക് യാത്രയാക്കാം. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നതിന് മുമ്പ് നമ്മളിലേക്ക് ഇനി വരുന്ന പരിപാവനമായ സഫർ മാസവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. അപ്പോൾ ഈ സഫർ മാസം വരുന്നതിന് മുമ്പേ ഈ മുഹറം മാസത്തെ നമ്മൾ യാത്രയാക്കുമ്പോൾ ഇനിയുള്ള ആ ദിവസങ്ങൾ ഒരുപാട് അമലുകൾ നമുക്ക് ചെയ്യാനുണ്ട്. നമുക്ക് വെള്ളിയാഴ്ച സാധാരണ നമ്മൾ ചെയ്യുന്ന ഒരുപാട് അമലുകളുണ്ട്. സൂറത്തുൽ കഹ്ഫ് നമ്മൾ പാരായണം ചെയ്യുന്നു. അതുപോലെ പ്രത്യേകം നമ്മൾ നിയ്യത്ത് ചെയ്ത് നമ്മൾ ജുമഅക്ക് വേണ്ടി കുളിക്കുന്നു, നല്ല വസ്ത്രങ്ങൾ ധരിക്കുന്നു, അത്തറുകൾ പൂശുന്നു, അതുപോലെ പള്ളിയിലേക്ക് നേരത്തെ പോകുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞാൽ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം, അതൊന്നും ഒരിക്കലും മറന്നു പോകരുത്. പള്ളിയിൽ കടന്നു കഴിഞ്ഞാൽ 2 റക്അത്ത് തഹിയ്യത്തുൽ മസ്ജിദ്, അതായത് പള്ളിയിൽ കടന്ന ഉടനെ തന്നെ 2 റക്അത്ത്, അവിടെ ഇരിക്കുന്നതിന് മുമ്പ് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കൽ വളരെ ശ്രേഷ്ഠമാണ്. അതുപോലെ സൂറത്തുൽ കഹ്ഫ് ഓതുക, ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലാം, ഒരുപാട് ദിക്റുകൾ, ഒരുപാട് തസ്ബീഹുകൾ, അറിയാവുന്ന രൂപത്തിൽ പരിശുദ്ധമായ ഖുർആനിൻ്റെ മറ്റ് സൂറത്തുകളും ആയത്തുകളും ഓതൽ, ആയത്തുൽ കുർസി ഓതൽ, ആമന റസൂൽ ഓതൽ, അതുപോലെ സൂറത്തു തൗബയുടെ അവസാനത്തെ 2 ആയത്ത് ലഖദ് ജാഅക്കും എന്ന് തുടങ്ങുന്ന ആയത്ത്, അതിൻ്റെ ശ്രേഷ്ഠതയൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ശ്രേഷ്ഠതയും ഫളീലത്തുമുള്ള ആയത്താണ്. അതുപോലെ തന്നെ സൂറത്തുൽ ഹശറിൻ്റെ അവസാനത്തെ ആയത്തുകൾ ലൗ അൻസൽന എന്ന് തുടങ്ങുന്ന ആയത്ത്, സൂറത്തുൽ കാഫിറൂൻ, സൂറത്തുൽ ഇഖ്ലാസ്, മുഅവ്വിദത്തൈനി, ഇങ്ങനെ ഒരുപാട് നമുക്കറിയാവുന്ന സൂറത്തുകളും ആയത്തുകളും തസ്ബീഹുകളും തക്ബീറുകളും തഹ്ലീലുകളും എൻ്റെ പുരുഷന്മാർ, ഉപ്പമാർ പള്ളിയിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ പാരായണം ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ പള്ളിയിൽ ചെല്ലുമ്പോൾ മൊബൈലൊക്കെ എടുത്ത് പള്ളിയിലിരുന്നിട്ടും ആ പള്ളിയിൽ കടന്ന ഉടനെ പിന്നെ മൊബൈൽ നമ്മൾ ഓഫാക്കി വെച്ചേക്കുക. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസം പല ആളുകളും ജുമാ നിസ്കരിക്കുന്നതിൻ്റെ ഇടയിൽ ഈ മൊബൈൽ ഇങ്ങനെ ഫോൺ അടിച്ച് പെട്ടെന്ന് ഓഫാക്കുന്നു, അപ്പോൾ നിസ്കാരം ബാത്തിലാകുന്നു. അതിനൊന്നും നിൽക്കണ്ട. പള്ളിയിൽ കയറിയാൽ ഉടനെ തന്നെ ആ മൊബൈൽ ഒന്നെങ്കിൽ സൈലൻ്റ് ആക്കുക അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചേക്കുക. ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ദിവസമാണ്. ഒരുപാട് ശ്രേഷ്ഠതകൾ നമ്മെ കാത്തിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് ഇന്ന് നേരത്തെ കുളിച്ച് നല്ല രൂപത്തിൽ വുളു എടുത്ത് നിങ്ങൾ എന്ത് ചെയ്യുക? നേരത്തെ നിസ്കാരപ്പായിലേക്ക് ചെന്ന് നല്ല രൂപത്തിൽ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുക. ചില ഉമ്മമാർ വ്യാഴാഴ്ച തന്നെ സൂറത്തുൽ കഹ്ഫ് ഓതിയിട്ടുണ്ടാകും. അൽഹംദുലില്ലാഹ്, അത് വലിയൊരു ഖൈറാൻ.
അതുപോലെ മറ്റു സൂറത്തുകളും ആയത്തുകളൊക്കെ നമുക്ക് ഓതാനുണ്ടല്ലോ. പറയാവുന്ന സൂറത്തുകളും ആയത്തുകളൊക്കെ ഓതി നല്ല രൂപത്തിൽ ദുആ ചെയ്യുക. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോകുന്ന ഈ മുഹറം മാസം ഞങ്ങൾക്ക് എല്ലാവർക്കും അനുകൂലമായ സാക്ഷിയാക്കണേ എന്ന് എപ്പോഴും നമ്മൾ ദുആ ചെയ്യണം. പ്രത്യേകിച്ച് മരണപ്പെട്ടു പോയ വാപ്പ, ഉമ്മ, ഭർത്താവ്, അതുപോലെ നമ്മുടെ കുടുംബക്കാർ, മക്കൾ ആരൊക്കെ ഉണ്ടോ എല്ലാവർക്കും വേണ്ടി ഒരു യാസീൻ ഓതിയൊക്കെ ദുആ ചെയ്യുക. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വലിയ ഐശ്വര്യവും ബറക്കത്തും ഉണ്ടാവാൻ കാരണമാണ്. ചില ഉമ്മമാർ മുഹറം 1 മുതൽ 30 വരെ അല്ലെങ്കിൽ 29 വരെ നോമ്പ് പിടിക്കാൻ പ്രത്യേകം നിയത്താക്കി കരുതിയിട്ടുള്ള ആളുകളുണ്ടാകും. ചില ആളുകൾക്ക് ഇന്ന് നോമ്പായിരിക്കും. അൽഹംദുലില്ലാ, എന്താവട്ടെ, ഇനിയുള്ള ദിവസങ്ങളിൽ കൂടി പറ്റുന്ന രൂപത്തിൽ നോമ്പ് പിടിച്ചാൽ അതൊക്കെ വലിയ പ്രതിഫലമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റമളാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നോമ്പ് പിടിച്ചിരുന്നത്, ഏറ്റവും കൂടുതൽ പ്രതിഫലമുള്ളതും ഈ മുഹറം മാസത്തിൻ്റെ നോമ്പാണെന്നൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞതാണ്. അതുകൊണ്ട് നോമ്പുള്ള ആളുകൾ അത് നോമ്പ് പൂർത്തിയാക്കി പിടിക്കുക. പ്രത്യേകിച്ച് നോമ്പ് തുറക്കുന്ന സമയത്തുള്ള ദുആ വളരെ ഇജാബത്തുള്ള ദുആയാണ്. അതൊക്കെ പ്രത്യേകം മനസ്സിൽ കരുതുക. അതോടൊപ്പം തന്നെ ഒരു 4 വരി ബൈത്ത് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, ഒരിക്കലും മറന്നു പോകരുത്. ഇലാഹി ലസ്തുലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി ഫഹബ്ലി തൗബതൻ വഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറുദ് ദംബിൽ അളീമി. എല്ലാവരും ഒന്ന് ചൊല്ലിക്കേ, ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി. വളരെ അർത്ഥവത്തായ ഒരു ദുആയാണ്, ഒരു തൗബയുടെ വാക്കാണ്. അല്ലാഹുവേ, സ്വർഗത്തിൽ കടക്കാനുള്ള നല്ല കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല എന്ന് വെച്ച് നരകത്തിൽ കടക്കാനോ ഞങ്ങൾക്ക് കഴിയുകയുമില്ല റബ്ബേ. ഞങ്ങളുടെ ശരീരത്തിന് തോക്കത്തില്ല റബ്ബേ. അല്ലാഹു, ഞങ്ങളെ നീ കാക്കണേ. അല്ലാഹ്, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ, നരകത്തിൽ നിന്ന് മോചനം നൽകണേ. ഫഹബ്ലി തൗബതൻ വഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറുദ് ദംബിൽ അളീമി. ഞങ്ങളുടെ തൗബ നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, പടച്ചവനെ, നിന്റെ കരുണ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. തൗബയുടെ ആ വാക്ക്, ആ ബൈത്ത് ഇങ്ങനെ ഒരുപാട് വട്ടം നമ്മൾ പറയുക. എല്ലാ ഉമ്മമാർക്കും ഇപ്പോൾ മനപ്പാടമായി കാണുമെന്ന് വിചാരിക്കുകയാണ്. മനപ്പാടമില്ലെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഒരു 2-3 മിനിറ്റ് ഇരുന്ന് അതൊന്നും മനപ്പാടമാക്കിയേക്കുക. ഒരു വരി പഠിക്കാൻ ഒരു ദിവസം എടുത്തോ കുഴപ്പമില്ല, 4 ദിവസം കൊണ്ട് നമുക്ക് പഠിച്ചു തീർക്കാമല്ലോ. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി ഫഹബ്ലി തൗബതൻ വഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറുദ് ദംബിൽ അളീമി. അല്ലാഹു തആല നമ്മുടെ തൗബ സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങളെല്ലാം അല്ലാഹു പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ഇന്ന് സ്പെഷ്യലായിട്ട് എൻ്റെ ഉമ്മമാർക്ക്, എൻ്റെ ഉപ്പമാർക്ക്, സഹോദരിമാർക്ക്, സഹോദരങ്ങൾക്ക് ഒരു സ്വലാത്ത് ഞാൻ പറഞ്ഞു തരാം. അത് പരിശുദ്ധമായ ഈ മുഹറം മാസം നമ്മളോട് വിട പറയുന്ന ഈ സമയത്ത്, പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ഉൾപ്പെടെ, ഈ അവസാന വെള്ളിയാഴ്ച ഉൾപ്പെടെ ഇനി വരുന്ന ഈ ദിവസങ്ങളിലൊക്കെ നമുക്ക് വളരെയധികം ചൊല്ലാൻ പറ്റിയിട്ടുള്ള ഒരു സ്വലാത്താണ്. ഈ സ്വലാത്ത് ഒരു പ്രാവശ്യം നമ്മൾ ചൊല്ലിയാൽ 1,00,000 പ്രാവശ്യം സ്വലാത്ത് ചൊല്ലിയ പ്രതിഫലം കിട്ടുമെന്ന് മഹാനായ യൂസുഫുൻ നബഹാനി തങ്ങൾ അവിടുത്തെ അഫ്ളലുസ് സ്വലവാത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്. ഒരു സ്വലാത്ത്, ഇത് പറഞ്ഞാൽ ഈ പറയപ്പെട്ട സ്വലാത്ത് ഒരു പ്രാവശ്യം ചൊല്ലിയാൽ 1,00,000 പ്രാവശ്യം സ്വലാത്ത് ചൊല്ലിയ പ്രതിഫലമാണ്. നിസ്സാരമല്ല. ഇത് എവിടെ നിന്നാണ് കിട്ടിയെന്ന് ഞാൻ പറഞ്ഞു. ഇത് എൻ്റെ വകയായിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതല്ല. മഹാനായ യൂസുഫുൻ നബഹാനി തങ്ങൾ എല്ലാവരും ഐക്യകണ്ഠേനെ അംഗീകരിക്കുന്ന വലിയൊരു ഇമാമാണ്. അദ്ദേഹം അഫ്ളലുസ് സ്വലവാത്ത് എന്ന് പറയുന്ന ആ ഒരു കിതാബിൽ, അദ്ദേഹത്തിൻ്റെ ആ ഗ്രന്ഥ സമാഹാരത്തിൽ സ്വലാത്തുകളുടെ ശ്രേഷ്ഠതയും അതിൻ്റെ ഫളീലത്തും പറയുന്ന സ്ഥലത്ത് എഴുതി വെക്കുകയാണ്. ഈ ഒരു സ്വലാത്ത് മഹാനായ ഖിളിർ നബി അലൈഹിസ്സലാത്തു വസ്സലാം സ്ഥിരമായിട്ട് ചൊല്ലിയിരുന്ന സ്വലാത്താണ്. ഈ സ്വലാത്തിൻ്റെ പേര് അസ്വലാത്തുൽ കമാലിയ എന്നാണ്. അസ്വലാത്തുൽ കമാലിയ എന്ന പേരിൽ മഹാനായ ഖിളിർ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചൊല്ലിയിരുന്ന സ്വലാത്താണ്. ഈ സ്വലാത്ത് ഇൻഷാ അല്ലാഹ് ഞാൻ പറയാൻ പോവുകയാണ്. അതിനു മുമ്പ് ഈ സ്വലാത്ത് ചൊല്ലിയാൽ നമുക്ക് കിട്ടുന്ന പ്രതിഫലം, 1, ഒരു പ്രാവശ്യം ചൊല്ലിയാൽ 1,00,000 പ്രാവശ്യം സ്വലാത്ത് ചൊല്ലിയ കൂലിയാണ്. 2, പഠന പുരോഗതി നമുക്കുണ്ടാകും. നമ്മൾ പഠിക്കുന്ന, നമ്മുടെ മക്കൾ, മരുമക്കൾ, പേരക്കുട്ടികളൊക്കെ പഠിക്കുന്നവരാണെങ്കിൽ അവരുടെ പഠനത്തിൽ പുരോഗതി ഉണ്ടാകും, കച്ചവടത്തിൽ ബറക്കത്തുണ്ടാകും, കടങ്ങൾ മാറും, രോഗങ്ങൾ ശിഫയാകും. മറവി രോഗം അതെല്ലാവർക്കും ഉള്ളതാണ്. മറവി രോഗം, ഷെടാ മറന്നുപോയി, ഷെടാ അതെന്താണ്, ഷെടാ ഇതെന്താണ്, അങ്ങനെ മറവി രോഗം അതൊക്കെ മാറും. അതുപോലെ മാറാ രോഗങ്ങൾ, ക്യാൻസർ പോലെ അതുപോലുള്ള മാരകമായ അസുഖങ്ങളെ തൊട്ട് അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഈ സ്വലാത്ത് നല്ല ആത്മാർത്ഥതയോടുകൂടി ചൊല്ലിയാൽ ആ അസുഖങ്ങൾ അല്ലാഹു തആല ശിഫയാക്കും. എല്ലാത്തിലും ഉപരിയായി
നമ്മുടെ ആഖിബത്ത് അന്ത്യം നന്നാകുമെന്ന നല്ല മരണമുണ്ടാകും. പിന്നെയോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്ത് നമുക്കുണ്ടാകും. ഇതൊക്കെ മഹാനായ യൂസുഫ് നബഹാനി തങ്ങൾ എഴുതി വെക്കുകയാണ്. അതുപോലെ മറ്റു ഒരുപാട് കിതാബുകളിൽ ഈ സ്വലാത്തിൻ്റെ ശ്രേഷ്ഠതയും ഫളീലത്തും നമുക്ക് കാണാം. ഈ സ്വലാത്തിൻ്റെ പേര് അസ്വലാത്തുൽ കമാലിയ എന്നാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. അത് നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് ചൊല്ലാം. ഇൻഷാ അല്ലാഹ് അവസാനം ചെറിയൊരു ദുആയും ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഈ ചൊല്ലുന്ന സ്വലാത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് ഈ പറയപ്പെട്ട മുഴുവൻ പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, മുഴുവൻ രോഗങ്ങൾ എല്ലാത്തിൽ നിന്നും അല്ലാഹു തആല നമ്മളെ സലാമത്താക്കി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. എല്ലാവരും ഒന്നിച്ചു ചൊല്ലുക. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി കമാല നിഹായത ലികമാലിക വഅദദ കമാലിഹി. ഒന്നുകൂടി പറയാം. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി കമാല നിഹായത ലികമാലിക വഅദദ കമാലിഹി. എന്താ അതിൻ്റെ അർത്ഥം? അല്ലാഹുവേ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും അവിടുത്തെ കുടുംബത്തിന്, അവിടുത്തെ അസുഹാബിന് എല്ലാവർക്കും നീ രക്ഷയും സമാധാനവും ഗുണവും നൽകണേ അല്ലാ. എന്തിനനുസരിച്ച്? നിന്റെ അറ്റമില്ലാത്ത കമാലിയത്തിനനുസരിച്ച്, നിന്റെ പൂർണ്ണത പോലെ. അള്ളാഹു എല്ലാം കൊണ്ടും അള്ളാഹു പൂർണ്ണനായവനാണ്. നിന്റെ പൂർണ്ണതയുടെ കണക്കനുസരിച്ച്, എണ്ണമനുസരിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും അവിടുത്തെ കുടുംബത്തിനും അവിടുത്തെ സ്വഹാബത്തിനും അള്ളാഹുവേ നീ ഒരുപാട് ഗുണവും രക്ഷയും സമാധാനവും കൊടുക്കണേ എന്നാണ് ഈ സ്വലാത്തിൻ്റെ ഏകദേശ അർത്ഥം. നമുക്ക് എല്ലാവർക്കും കൂടി ഇൻഷാ അല്ലാഹ് ഒരു 11 പ്രാവശ്യം ഈ സ്വലാത്ത് ചൊല്ലി ഇൻഷാ അല്ലാഹ് ചെറിയൊരു ദുആ നമുക്ക് ചെയ്യാം. ഇത് പരിശുദ്ധമായൊരു സ്വലാത്താണ്. ഇത് ഖുർആൻ ആയത്തൊന്നുമല്ല. അതുകൊണ്ട് നിസ്കാരമില്ലാത്ത മെൻസസായ ഉമ്മമാർക്കും ഇത് ചൊല്ലാവുന്നതാണ്. വുളു ഇല്ലാത്ത ആളുകൾക്ക് ചൊല്ലാവുന്നതാണ്. ഏത് സമയത്തും നമുക്ക് ഈ സ്വലാത്ത് ഒരുപാട് വട്ടം ചൊല്ലിയാൽ ഒരുപാട് പ്രതിഫലമാണ് അള്ളാഹു നൽകുക. പ്രതിഫലങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. കൈ ഇങ്ങനെ ഉയർത്തണമെന്ന് നിർബന്ധമില്ല, ഉയർത്തിയാൽ നല്ലതാണ്. കാരണം ഒരു ദുആയാണ്, സ്വലാത്താണ്. ഉമ്മമാരൊക്കെ ചിലപ്പോൾ ജോലി ചെയ്യുന്ന സന്ദർഭമായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഇതിന്റെ കൂടെ ചൊല്ലിയാൽ മതി. കൈ ഇങ്ങനെ ഉയർത്തണമെന്ന് നിർബന്ധമൊന്നുമില്ല. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി കമാല നിഹായത ലികമാലിക വഅദദ കമാലിഹി. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി കമാല നിഹായത ലികമാലിക വഅദദ കമാലിഹി. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി കമാല നിഹായത ലികമാലിക വഅദദ കമാലിഹി. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം وبارك على سيدنا محمد وعلى آله كمال نهاية لكمالك وعدد كماله. اللهم صل وسلم وبارك على سيدنا محمد وعلى آله كمال نهاية لكمالك وعدد كماله. اللهم صل وسلم وبارك على سيدنا محمد وعلى آله كمال نهاية لكمالك وعدد كماله. اللهم صل وسلم وبارك على سيدنا محمد وعلى آله كمال نهاية لكمالك وعدد كماله. اللهم صل وسلم وبارك على سيدنا محمد وعلى آله كمال نهاية لكمالك وعدد كماله. اللهم صل وسلم وبارك على سيدنا محمد وعلى آله كمال نهاية لكمالك وعدد كماله. اللهم صل وسلم وبارك على سيدنا محمد وعلى آله كمال نهاية لكمالك وعدد كماله. اللهم صل وسلم وبارك على سيدنا محمد وعلى آله كمال نهاية لكمالك وعدد كماله. ഇപ്പോൾ നമ്മൾ 11 പ്രാവശ്യമാണ് ചൊല്ലിയിട്ടുള്ളത്. അതല്ലാതെ 11 33 അതുപോലെ എത്രയാണോ നമുക്ക് ചൊല്ലാൻ പറ്റുന്നത് അത്രയും പ്രാവശ്യം നമുക്ക് ചൊല്ലാവുന്നതാണ്. അൽഹംദുലില്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സ്വലാത്തിനെ, നമ്മുടെ ഔറാദുകളെ, ദിക്റുകളെ, ഖുർആൻ പാരായണങ്ങളെ എല്ലാം അല്ലാഹു തആല കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ചൊല്ലിയ അസ്സലാത്തുൽ കമാലിയ
എന്ന് പറയപ്പെട്ടെന്ന് പേര് വെക്കപ്പെട്ട മഹാനായ ഖിദർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സ്വലാത്ത് ഒരുപാട് വട്ടം നമുക്ക് ചൊല്ലാവുന്നതാണ്. നിങ്ങൾക്ക് എഴുതിയെടുത്തോ സ്ക്രീൻഷോട്ട് എടുത്തോ എങ്ങനെയാണെങ്കിലും ഈ സ്വലാത്ത് മനഃപ്പാടമാക്കി ഒരുപാട് വട്ടം ചൊല്ലുക. നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക. എല്ലാത്തിനും ഉപകാരമായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളിൽ നിന്നും ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധമായ ഈ മുഹറം മാസം നമ്മോട് വിട പറയാൻ ഒരുങ്ങുന്ന ഈ സമയത്ത് നമ്മൾ ഈ മുഹറം 1 മുതലേ ചൊല്ലിക്കൊണ്ടിരുന്ന ഒരുപാട് ദിക്റുകളുണ്ട്, ഒരുപാട് ദുആകളുണ്ട്. അതുപോലെ തൗബയുടെ ഒരുപാട് വചനങ്ങളുണ്ട്. റബ്ബനാ വലംനാ അൻഫുസനാ വ ഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അളീം ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ്യാ. ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് ദിക്റുകൾ നമ്മൾ മുഹറം മാസത്തിൻ്റെ 1 മുതലേ ചൊല്ലി വരികയാണ്. അതുപോലെ ഒരുപാട് സ്വലാത്തുകൾ നമ്മൾ ചൊല്ലിയിട്ടുണ്ട്. ഇതെല്ലാം ഇനിയുള്ള ഈ മണിക്കൂറുകൾ വിട പറയാൻ ഒരുങ്ങുന്ന ഈ മുഹറം മാസം വിട പറയാൻ ഒരുങ്ങുന്ന ഈ മണിക്കൂറുകളിൽ നമ്മൾ ഒരുപാട് വട്ടം പറയുക. നമുക്കൊണ്ട് പറ്റുന്ന രൂപത്തിൽ നമ്മൾ പറയുക. നല്ല രൂപത്തിൽ നമുക്ക് ഈ മുഹറം മാസത്തെ യാത്രയാക്കാം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു തആല നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുമ്മ അൻസിൽഹുൽ മഖ്അദൽ മുഖറബ ഇൻദക യൗമൽ ഖിയാമ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അർഹമുർ റഹീമീനായ റബ്ബേ, ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ ഇവിടെ പറയുന്നതും കേൾക്കുന്നതും മുഴുവൻ കാര്യങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ അമൽ ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളോട് ഒരുപാട് ഉമ്മമാര് ഉപ്പമാര് സഹോദരങ്ങളെ സഹോദരിമാര് ദുആ വസിയ്യത്ത് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ആവശ്യങ്ങൾ പറഞ്ഞ് പ്രത്യേകിച്ച് ഞങ്ങളുടെ വീഡിയോകൾക്ക് താഴെ ഒരുപാട് ദുആ വസിയ്യത്ത് പറഞ്ഞിട്ടുള്ള ഉമ്മമാര് ഉപ്പമാര് സഹോദരിമാര് സഹോദരങ്ങൾ എല്ലാവരുടെയും മനസ്സിലുള്ള ഹലാലായ മുറാദ് നീ ഹാസിലാക്കണേ അല്ലാഹ്. എല്ലാവരുടെയും വിഷമങ്ങളെ നീ മാറ്റണേ അല്ലാഹ്. കടങ്ങളെ തൊട്ട് നീ കാക്കണേ അല്ലാഹ്. പലിശയിടപാടിനെ തൊട്ട് കാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും നിന്റെ ത്വാഅത്തിലായി നിനക്ക് വഴിപ്പെടുന്ന അവസ്ഥയിലായി മാറ്റാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, പരിശുദ്ധമായ മുഹറം മാസം ഞങ്ങൾക്ക് അനുകൂലമായ സാക്ഷിയാക്കണേ അല്ലാഹ്. ഈ മുഹറം ഞങ്ങളിൽ നിന്നും വിട പറഞ്ഞ് നിന്റെ അടുക്കലേക്ക് വരുമ്പോൾ റഹ്മാനെ, ഞങ്ങളെ കുറ്റം പറയുന്ന അവസ്ഥയെ തൊട്ട് കാക്കണേ അല്ലാഹ്. ഇനിയും ഒരുപാട് മുഹറം മാസത്തെ സ്വീകരിക്കുവാനും അതിൽ ഒരുപാട് ഇബാദത്ത് ചെയ്യുവാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ഈ മുഹറം മാസത്തിൽ ഞങ്ങൾ ഒരുപാട് ദിക്റുകൾ പറഞ്ഞു, സ്വലാത്തുകൾ പറഞ്ഞു, എല്ലാം നീ ഖബൂലാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഇന്നത്തെ ഈ ദിവസത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങൾക്കും നീ ശമനം നൽകണേ അല്ലാഹ്. മാരകമായ ക്യാൻസർ പോലെ, എയ്ഡ്സ് പോലെ, ബ്രെയിൻ ട്യൂമർ പോലെ മുഴുവൻ മാരകവുമല്ലാത്തതുമായ മുഴുവൻ അസുഖങ്ങളെ തൊട്ടും കാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളെ എല്ലാവരെയും നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്, സ്വാലിഹാത്തുകളാക്കണേ അല്ലാഹ്. ഈ ആധുനിക കാലഘട്ടത്തിന്റെ ചണ്ടിച്ചവർ ചപ്പുകളായി പോകുന്നതിനെ തൊട്ട് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും നീ കാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, മക്കളെ കൊണ്ട് അഭിമാനിക്കുന്ന നല്ല മാതാപിതാക്കളാക്കണേ റഹ്മാനെ. അല്ലാഹു, ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്ന ഉമ്മ വാപ്പമാര് ഭാര്യ സന്താനങ്ങൾ എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. മരണപ്പെട്ടുപോയ മുഴുവൻ ആളുകൾക്കും മുഴുവൻ മുഅ്മിനീങ്ങൾക്കും മഗ്ഫിറത്ത് മർഹമത്ത് പ്രദാനം ചെയ്യണേ അല്ലാഹ്. എല്ലാത്തിലും ഉപരിയായി അവസാനം മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. അപകട മരണങ്ങളെ, ആക്സിഡന്റ് മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മരണശേഷം ഞങ്ങളുടെ ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന അവസ്ഥയെ തൊട്ട് കാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ വീഡിയോ നിത്യമായി കാണുന്ന ഒരുപാട് ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്, സഹോദരിമാരുണ്ട്, സഹോദരന്മാരുണ്ട് റഹ്മാനെ. എല്ലാവരുടെയും ജീവിതത്തിൽ നീ ഖൈർ നൽകണേ അല്ലാഹ്. ആരൊക്കെ ഞങ്ങളുടെ വീഡിയോകൾക്ക് താഴെ അല്ലാതെ നേരിട്ടും ഫോണിൽ വിളിച്ചും ഒരുപാട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, വസിയ്യത്തുകൾ നൽകിയിട്ടുണ്ട് റഹ്മാനെ. എല്ലാവരുടെയും മനസ്സിലുള്ള ഹലാലായ മുറാദ് നീ ഹാസിലാക്കണേ അല്ലാഹ്. എല്ലാവരുടെയും വിഷമങ്ങൾ, പ്രയാസങ്ങൾ, സങ്കടങ്ങൾ, ദുഃഖങ്ങൾ, രോഗങ്ങൾ നീ മാറ്റണേ അല്ലാഹ്. പ്രവാസികളായ ഒരുപാട് മുഅ്മിനീങ്ങൾ ഞങ്ങളുടെ വീഡിയോ കാണുന്നുണ്ട് റഹ്മാനെ. അവരുടെ ജോലികളിൽ, കുടുംബത്തിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്, സലാമത്ത് നൽകണേ അല്ലാഹ്. പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. എല്ലാവിധത്തിലുള്ള ഖൈറുകളും ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്.
അല്ലാഹുവേ ഞങ്ങളിൽ നിന്നും വിട പറഞ്ഞു പോകുന്ന ഈ പരിശുദ്ധമായ മുഹറം മാസം, വരാനിരിക്കുന്ന പരിപാവനമായ സഫർ മാസം, അതിലെല്ലാം ഒരുപാട് ഇബാദത്തുകൾ ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.